മൂന്നാം ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യ ഹർജിയിൽ വാദം പൂർത്തിയായി. കേസ് വിധി പറയാനായി തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി മാറ്റിവെച്ചു. ജാമ്യാപേക്ഷയിൽ നാളെ വിധി പറയും. സുജു ടി ബാബു ചേരുന്നു. സുജു, എന്തൊക്കെയാണ് വിശദാംശം? ഷമി, അല്പസമയം മുമ്പാണ് കേസിലെ വാദം പൂർത്തിയായിരിക്കുന്നത്. ഇതിൽ ഇപ്പോൾ കോടതി നാളെ വിധി പറയും. വിധി പറയാനായി മാറ്റിവെച്ചിരിക്കുകയാണ്. പ്രധാനമായി പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയത് രാഹുലിനെതിരെ സമാനമായ 2 പരാതികൾ നിൽക്കുന്നു. അതായത് തുടർച്ചയായി ഇത്തരം ക്രിമിനൽ കുറ്റങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തിയാണ് രാഹുൽ മാക്കൂട്ടത്തിൽ. അതുപോലെ പ്രതിഭാഗം ഉന്നയിച്ചൊരു കാര്യമുണ്ടായിരുന്നു, വീഡിയോ കോൺഫറൻസ് വഴി മാത്രമാണ് മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ അതിൽ നിയമപരമായ പ്രശ്നമില്ല, രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള തയ്യാറെടുപ്പുകളും ആരംഭിച്ചു എന്നാണ് കോടതിയിൽ പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയ പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കാര്യം, ഈ പ്രതിഭാഗം ഇന്ന് ചില ചാറ്റുകൾ ഹാജരാക്കുകയും ചില ഡിജിറ്റൽ എവിഡൻസ് ഹാജരാക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ നിയമസാധുത പരിശോധിക്കേണ്ട ഘട്ടമല്ല, അല്ലെങ്കിൽ അത് ശരിയാണോ തെറ്റാണോ പരിശോധിക്കേണ്ട ഘട്ടമല്ല ഈ കോടതിയിൽ ജാമ്യ ഹർജി പരിഗണിക്കുന്ന സമയമെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടുകയായിരുന്നു. എന്നാൽ കേസ് നിലനിൽക്കുന്നതല്ല, പ്രതി ഒളിച്ചോടി പോകത്തില്ല, ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധിയാണ്, മറ്റ് കേസുകൾ കോടതി പരിഗണിക്കുന്നതാണ്. എപ്പോൾ വിളിച്ചാലും വന്ന് മൊഴി നൽകാനും കേസുമായി സഹകരിക്കാൻ തയ്യാറാണെന്ന തരത്തിലാണ് പ്രതിഭാഗം കേസിൽ വാദിച്ചിരിക്കുന്നത്. പുതിയ ചില ഡിജിറ്റൽ എവിഡൻസുകളും ചാറ്റുകളൊക്കെ ഹാജരാക്കിക്കൊണ്ടായിരുന്നു ഇത്തരം വാദങ്ങൾ പ്രതിഭാഗം മുന്നോട്ട് വെച്ചത്. കേസ് കണ്ട് 1.25 മണിക്കൂറോളം കോടതിയിൽ അടച്ചിട്ട മുറി നടക്കുകയും നാളെ വിധി പറയാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് ഷമി.